നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഫാമിലി ഓഡിയൻസിന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ഈ പേര് പറയുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഫെമിലിയർ ആണ്. ഈ കഥാപാത്രം നമ്മളെല്ലാവരും ഒരുപാട് മനസ്സിലേറ്റിയ ഒരു കഥാപാത്രമാണ്. ഗായത്രി, നമസ്കാരം. ഗായത്രി വേണോ ദീപ്തി വേണോ? ഗായത്രി മതി അല്ലേ? എനിക്ക് തോന്നുന്നു ഗായത്രി എന്നുള്ള പേര് ഇപ്പൊ ആർക്കും അറിയുന്നുണ്ടാവില്ല, ദീപ്തിയായി മാറി. സോ എന്താണ് ഇപ്പോഴത്തെ കറന്റ് വിശേഷങ്ങൾ? കറന്റ് വിശേഷങ്ങള് ദീപ്തി ബോംബ് ഗുളിക പൊട്ടിത്തെറിച്ച് മരിച്ചിട്ട് ഏകദേശം 1 year ആവാറായി. ചരമവാർഷികമൊക്കെ ആഘോഷിച്ചോണ്ടിരിക്കുക. അപ്പം അതിനുശേഷം ഞാൻ വേറെ പ്രോജക്ട്സ് ഒന്നും കമ്മിറ്റ് ചെയ്തില്ല, സീരിയൽ ഒന്നും ചെയ്തില്ല. അതിനകത്ത് ഓഫേഴ്സ് വരുന്നുണ്ട്, പക്ഷെ ഇപ്പൊ തൽക്കാലം ഒന്നും വേണ്ട എന്നുള്ള ഒരു ബ്രേക്ക് എടുത്ത് നിൽക്കുക. അപ്പം ശരിക്കും സീരിയൽ ആർട്ടിസ്റ്റുകൾ ഇപ്പം സീരിയൽ മാത്രം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സിനിമയിലേക്കുള്ള എൻട്രി ഒക്കെ വളരെ ഇപ്പൊ നേരത്തെ സംസാരിച്ച പോലെ ഒരു പ്രശ്നമാണെന്ന് പറയുന്നത്. ദീപ്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അങ്ങനെ തോന്നുന്നത്? എനിക്ക് പരസ്പരത്തിന്റെ തുടക്കത്തില് പരസ്പരം നല്ല ഹിറ്റ് ആയിരുന്ന സമയത്ത് നല്ല ഓഫേഴ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു സിനിമയിൽ നിന്ന്. അതിന് മുമ്പത്തെ ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് സീരിയലില് കുറെ ഡേറ്റ്സ് കൊടുക്കേണ്ടതുകൊണ്ട് സിനിമ അന്നൊന്നും സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഓഫേഴ്സ് വരുന്നുണ്ട്, അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു സീരിയലിൽ വന്നതുകൊണ്ട് സിനിമയിലേക്ക് ബുദ്ധിമുട്ടാണോ ഞാൻ ശ്രമിക്കാത്തതിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ ഈ അഭിനയ മോഹം എപ്പോഴാണ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്? ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് ചെറുപ്പം മുതലേ ഭയങ്കര കണ്ണാടിയുടെ മുമ്പിൽ നിന്നുള്ള പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ. അപ്പം ആ ഒരു ടൈം പീരീഡ് മുതലേ ഈ അഭിനയത്തോടുള്ള ഒരു ഇതുണ്ടായിരുന്നു, പാഷൻ ഉണ്ടായിരുന്നു? നമ്മുടെ ഞാൻ അന്നത്തെ ഇന്റർവ്യൂലും പറഞ്ഞില്ലേ, സ്കൂളിൽ വെച്ചൊക്കെ ഓരോ ആർട്ടിസ്റ്റുകളെയൊക്കെ കാണുമ്പോഴും അങ്ങനെയൊക്കെയാണ് സിനിമ. പിന്നെ കൊച്ചിലെ മുതൽ അച്ഛൻ ഫിലിം ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു, എല്ലാ സിനിമയും പോയി കാണും തിയേറ്ററിൽ. അപ്പൊ തിയേറ്ററിൽ നിന്ന് സിനിമ കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറെ ദിവസത്തേക്ക് ഞാൻ അതിലെ ഹീറോയിനാണ്, അതിലെ കഥാപാത്രമായിട്ട് പിന്നെ ഫുൾ ഞാൻ അങ്ങനെ തന്നെയാണ്, നടപ്പും സംസാരവും ഒക്കെ. അപ്പൊ അന്ന് മുതലേ നമുക്കിങ്ങനെ അഭിനയിക്കണം, ക്യാമറയുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കണം എന്നൊക്കെ ഉള്ള ഭയങ്കര. പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോ എന്തിനാ സ്കൂളിൽ സ്റ്റാർ ആവാന്നൊക്കെ ഉള്ള. അപ്പം പക്ഷെ പിന്നെ അത് ഭയങ്കര ഒരു പാഷനായി ഉള്ളില്. അപ്പൊ ഈ ഓഫീസ് ജോബ് പ്ലസ് അത് എങ്ങനെയായിരുന്നു? ഇപ്പം ആ ടൈമിൽ തന്നെ ഇതും ജോബും ചെയ്യുന്നുണ്ടായിരുന്നോ അതോ? അല്ല, ആ ടൈമില് ഞാൻ ആദ്യത്തെ സീരിയൽ ചെയ്തപ്പോ അങ്ങനെയായിരുന്നു. പരസ്പരം തുടങ്ങിയതിന് ശേഷം പിന്നെ അങ്ങനെ എടുക്കാൻ പറ്റുക. ഞാൻ പറഞ്ഞ 15 to 20 days ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ ആദ്യത്തെ ഒരു 1 year ഞാൻ ലീവിന് അപ്ലൈ ചെയ്തു, തന്നു. താങ്ക്സ് ടു മാതൃഭൂമി. അത് കഴിഞ്ഞിട്ട് എന്റെ ഹസ്ബൻഡ് ഒരു കണ്ടീഷനെ പറഞ്ഞത്, ഓഫീസിൽ നിന്ന് ലീവ് തരാണ്, നീ പോയി ചെയ്തു എന്നാ പറഞ്ഞത്. അപ്പൊ അന്ന് എനിക്ക് തന്നു, അങ്ങനെ ഞാൻ പോയി ചെയ്തതാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം എനിക്ക് ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ തന്നെ റിസൈൻ ചെയ്തു. 3ാമത്തെ വർഷം ഇതിങ്ങനെ നീണ്ടു പോയപ്പോ ഞാൻ തന്നെ ജോബ് റിസൈൻ ചെയ്തു. അപ്പൊ ഈ സീരിയലിനോടുള്ള ഒരു പാഷൻ, ഇപ്പൊ നോർമലി ഒരാൾ ഇപ്പൊ ട്രൈ ചെയ്യുമ്പോൾ കൂടുതലും മൂവീസ് ആയിരിക്കുമല്ലോ ആദ്യം പ്രിഫർ ചെയ്യുന്നത്, എന്തായാലും അങ്ങനെ ആയിരിക്കും പോകുന്നത്. ഈ സീരിയലിൽ ഈ ഒരു ക്യാരക്ടറിനെയാണോ കൂടുതലും അത്ര അറ്റാച്ച്ഡ് ആയി കണക്റ്റഡ് ആയത്? ഇങ്ങോട്ട് വന്നതായിരുന്നു. ഞാനായിട്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതുവരെ അങ്ങനെ ശ്രമിക്കേണ്ടി വന്നിട്ടില്ല ദൈവാദിനത്തിന്. അത് നമ്മളങ്ങനെ ഒരു ചെയ്യണം എന്ന് മനസ്സിൽ ആഗ്രഹിച്ചപ്പോ തന്നെ ഇങ്ങോട്ടൊരു ഓഫർ വരെയും ആ സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നു. ഇപ്പോഴും വീട്ടിൽ നിന്നുള്ള പുഷ് ഉണ്ടോ ഗായത്രിക്ക്? അല്ല, ഞാനിങ്ങനെ വെറുതെ ഒന്നും ചെയ്യാതൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോ രാവിലെ മോളെ സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആണ്. അപ്പൊ ചോദിക്കും, എന്താ നീ ഒന്നും ചെയ്യുന്നില്ലേ, ഇനി എന്താ ഇങ്ങനെ ഇരുന്ന് വെറുതെ ഡിപ്രഷൻ അടിക്കുന്നൊക്കെ പറയും. അപ്പൊ ഉണ്ട് അങ്ങനെ. അല്ല, അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒരു 15 days അത്രയും ബഹളവും ഭയങ്കര എൻഗേജ്ഡ് ആണല്ലോ അത്രയും ഡേയ്സ്. പിന്നെ അത് കഴിഞ്ഞാലും ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് ഈ ഒരു ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത്? അത് ആക്ച്വലി ഭയങ്കര കോമഡിയാണ്. എന്ന് വെച്ചാൽ ഇത് സീരിയലിലെ ഷൂട്ട് തീരുന്നതിന് മുമ്പ് തന്നെ, കാരണം 5-5:30 ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ ഒരു ഇത് കമ്മിറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഒരു 2 വർഷമൊക്കെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ് ലീവ് എടുത്ത് തുടങ്ങിയത്. പക്ഷെ ഇത് ഇത്രയും കൂടുതൽ നാള് പോകുമെന്നൊന്നും അന്ന് നമ്മൾ അറിയുന്നില്ല. അപ്പൊ അത്രയും വർഷം ശരിക്കും പറഞ്ഞാൽ മോളുടെ കാര്യങ്ങളാണെങ്കിലും പേഴ്സണൽ കാര്യങ്ങളാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ നിന്നിട്ടുള്ളത്. കാരണം ഈ പറഞ്ഞ പോലെ 15 ദിവസം ഷൂട്ട് ഉണ്ടാവും, അത് കഴിഞ്ഞാലും എന്തെങ്കിലും. അപ്പോൾ അവളുടെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയേണ്ടിയേ വന്നിട്ടില്ല ഇത്രയും നാളും. അപ്പോൾ ഞാൻ സീരിയൽ തീരുന്ന ആ ടൈമിൽ ഞാൻ പറഞ്ഞു, ഇനി കുറച്ച് നാളത്തേക്ക് ഞാൻ ഒന്നും ചെയ്യില്ല എന്നൊരു പ്രഖ്യാപനം നടത്തി. ഞാൻ ഇനി കുറേ നാൾ വെറുതെ വീട്ടിലിരിക്കും, ബുക്ക് വായിക്കും, ഗാർഡനിങ് ചെയ്യും, വീട്ടില് പക്ക ഒരു വീട്ടമ്മയായിട്ട് ഇനി ഇരിക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് വർക്ക് വന്നതൊക്കെ ഇപ്പൊ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. സീരിയലിൽ നിന്നൊക്കെ വന്ന ഓഫേഴ്സ് ഒക്കെ നമ്മൾ വേണ്ടെന്ന് വെച്ചു.
പക്ഷെ ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എനിക്ക് പറ്റുന്ന പരിപാടിയല്ല ഈ വെറുതെ ഇരിക്കുക എന്നുള്ളത്. എന്ന് വെച്ചാൽ ഞാൻ കോളേജ് കഴിഞ്ഞ് ആ വർഷം ജോലിക്ക് കയറിയതാണ്. അപ്പൊ അങ്ങനെ വെറുതെ ഇരുന്നിട്ട് ശീലയില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്ത് കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അതിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുമ്പോൾ അത് ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അത് ശരിക്കും നമ്മളെപ്പോഴും നമ്മളെ ഹാപ്പി ആവണമെങ്കിൽ അല്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. വേറെ ഒന്നിനും നമുക്കൊരു കംപ്ലീറ്റ് ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. ഇപ്പം നഷ്ടപ്പെടുത്തിയ ഓഫേഴ്സ് ഇപ്പം നമ്മളെ ഇപ്പൊ ഒത്തിരി എന്തായാലും വന്നിട്ടുണ്ടാവും. ഒരു സീരിയൽ വൈൻഡപ്പ് ചെയ്യുമ്പോൾ തന്നെ എന്തായാലും അടുത്ത പ്രോജക്ട്സ് എന്തായാലും ഓഫേഴ്സും വരും. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വേണ്ടാന്ന് വെക്കുമ്പോൾ പിന്നീട് അത് വേണ്ടായിരുന്നു അങ്ങനെ ഒരു തീരുമാനം എന്ന് തോന്നുന്നു. അല്ല, അതിന് 2 റീസൺസ് ഉണ്ടായിരുന്നു. ഒന്ന്, ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഫാമിലിയോട് കൂടെ നിൽക്കാം, മോളുടെ കാര്യങ്ങൾ നോക്കി നിൽക്കാന്നുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് സങ്കടം ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ബട്ട് എനിക്ക് ഹാപ്പിനെസ് അത്രയും നമ്മൾ ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വേറെയാണ്. പക്ഷെ ഇപ്പൊ ദീപ്തി, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോഴും ആൾക്കാർ വിളിക്കണം ദീപ്തി എന്നാണ്. ഇത്രയും ഒരു വർഷം കഴിയാറായി, എന്നിട്ടും ആൾക്കാരുടെ മനസ്സിൽ ആ ക്യാരക്ടർ ഉണ്ട്. അത്രയും ദിവസവും ഒരു 1524 ദിവസം ഞാൻ അവരുടെ വീട്ടിൽ ചെന്നിട്ടുണ്ട്. അത്ര എപ്പിസോഡ്സ് പോയ സീരിയലാണ്. അപ്പൊ അത്രയും നാൾ അവരെന്നെ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേറൊരു ക്യാരക്ടർ ചെയ്താൽ അത് വെറുതെ നമ്മുടെ ഒരു ജോലി മാത്രമായി പോകും. വേറൊരു സീരിയൽ കമ്മിറ്റ് ചെയ്യും, നമുക്ക് ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഒന്നെങ്കിൽ ആ കഥാപാത്രത്തിന്റെ അത്രയെങ്കിലും എത്തുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. പാടെ ഞാൻ എല്ലാം വേണ്ടാന്ന് വെച്ചിട്ടില്ല. വേറൊരു നല്ലൊരു പ്രോജക്റ്റ് ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നുണ്ട്. ഒരു വലിയ പ്രോജക്റ്റ് ആണ്. അപ്പൊ അതിങ്ങനെ അതിന് വേണ്ടിയിട്ടും കൂടെ വെയിറ്റിംഗ് ആണ്. പിന്നെ മൂവീസ് ചെയ്യണം ഉള്ള ഒരു ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ ശ്രമിക്കുന്നില്ലെങ്കിലും അതാണ് ആഗ്രഹം. ഒരു മൂവി ഇപ്പം ചെയ്തില്ലേ? അത് സീരിയൽ ചെയ്തോണ്ടിരുന്ന സമയത്ത് തന്നെ ചെയ്ത മൂവിയാണ്. ഇപ്പോഴാണ് റിലീസ് ആയെന്നേ ഉള്ളൂ. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ നല്ലൊരു ക്യാരക്ടർ നല്ല ക്യാരക്ടറായിരുന്നു. അതൊരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. അതിന് 2 അവാർഡ്സ് ഒക്കെ കിട്ടിയിരുന്നു ആ മൂവിക്ക്. പ്രേം നസീർ അവാർഡ്, ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ചെയ്തതുപോലെ അതിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. പക്ഷെ എന്നാലും കുറച്ച് ക്യാച്ചി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു അല്ലേ? അതൊരു സാധാ ഒരു ഭയങ്കര ഇമോഷൻസ് ഉള്ള ഒരു അമ്മയുടെ ക്യാരക്ടറാണ്. ഭയങ്കര എന്നെക്കാളൊക്കെ ഒരുപാട് മെച്ചുവേർഡ് ആയിട്ടുള്ള വലിയൊരു 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായിട്ടായിരുന്നു അതിനകത്ത്. ദീപ്തി IPSഉം ഗായത്രിയും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എങ്ങനെയാണ്? അതായത് അതിലിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ക്യാരക്ടർ എന്നുള്ളത്. അപ്പൊ റിയൽ ലൈഫിൽ എങ്ങനെയാണ്? എല്ലാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ എല്ലാരും പ്രതീക്ഷിക്കുന്ന അതുപോലെ ആയിരിക്കും. അങ്ങനെ ചോദിച്ചാ ഞാൻ പറയുന്ന ഒരു സിമിലാരിറ്റി ഇതാണ്. അന്നും ദീപ്തി എന്ന് പറഞ്ഞാലും ഈ പ്രൊഫഷനും പേഴ്സണൽ ലൈഫിനും ഭയങ്കര ഒരേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്ത്രീയാണ് ദീപ്തി. എത്രത്തോളം ഒരു പോലീസ് യൂണിഫോം ഇട്ടാൽ അവർ പക്ക ഒരു ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറും വീട്ടിൽ വന്നാൽ തനി നാടൻ ഒരു വീട്ടമ്മയാണ്. അപ്പം എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. രണ്ടും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു ആളാണ്. പ്രൊഫഷനും ഫാമിലി, പ്രൊഫഷൻ ഒരിക്കലും ഫാമിലി എഫക്ട് ചെയ്യരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പിന്നെ അത്യാവശ്യം ഒത്തിരി അങ്ങനെ മിണ്ടാതിരിക്കുന്ന ആളൊന്നും അല്ല. അത്യാവശ്യം കുറച്ചൊക്കെ റിയാക്ട് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അത്രയൊക്കെ ഉള്ളൂ. ദീപ്തി ഒരു സംഭവമായിരുന്നു. അതൊരു സംഭവം. ആ ഒരു പ്രൊഫഷനോട് ആ ഒരു ഇത് തോന്നിയിട്ടുണ്ടോ? ഭയങ്കര റെസ്പെക്ട് തോന്നി എനിക്ക്. പോലീസ് ഓഫീസേഴ്സിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള പൊസിഷൻസിൽ ഒരു സ്ത്രീകൾ വരുമ്പോൾ അത് ഞാൻ ഭയങ്കര റെസ്പെക്റ്റോടുകൂടി കാണുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു യൂണിഫോം ഇട്ട് കുറേ നാൾ അഭിനയിച്ചപ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മൾ അങ്ങനെ തന്നെ കാണാൻ തുടങ്ങി. ചിലർ നമ്മളെ ശരിക്കും ഒരു പോലീസ് ഓഫീസറാന്നുള്ള രീതിയിൽ നമ്മളെ അങ്ങനെയാണല്ലോ ദിവസവും കാണുന്നത്. അപ്പം ചില അമ്മമാരൊക്കെ വന്ന് നമ്മുടെ അടുത്ത് ബിഹേവ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട് കുറച്ചെങ്കിലും അവരുടെ ആ ഒരു പൊസിഷൻ്റെ വാല്യൂവും ഒക്കെ. അപ്പം അത് ശരിക്കും അവരോട് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ഒരുപാട് പേര് പരിചയപ്പെടാൻ സാധിച്ചു ഇതിന് വന്നതിന് ശേഷം. ശരിക്കും ഭയങ്കര എനിക്കൊന്നും എല്ലാവരും ആ രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ടല്ലേ? കുറെയൊക്കെ കേട്ടോ. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ അമ്മമാരൊക്കെ കാണുമ്പോൾ കുറെയൊക്കെ അവരുടെയൊക്കെ മനസ്സിൽ ഒരു പോലീസുകാരിയാണ് എന്നുള്ള രീതിയിലൊക്കെ വന്ന് സംസാരിക്കാറുണ്ട്. അപ്പൊ അതാ ഞാൻ പറയാം, അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായപ്പോഴാണ് ഒരു റിയൽ പോലീസ് ഓഫീസറിന്റെ ഒരു സ്ട്രെങ്ത്തും അവരുടെ ഒരു പവറും അവരുടെ റെസ്പോൺസിബിലിറ്റീസും ഒക്കെ അധികമൊന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതെ, പക്ഷെ വളരെ ചെറിയൊരു ശതമാനമെങ്കിലും അത് മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ്. ക്യാരക്ടറിലോട്ട് ഇൻവോൾവ് ചെയ്യാൻ മാത്രമല്ല, അതിനുവേണ്ടി കുറച്ചുപേരെയൊക്കെ പരിചയപ്പെടാനും ഒക്കെ കഴിഞ്ഞതുകൊണ്ട് ഒരു ചെറിയൊരു ശതമാനം അവരെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ പറ്റി. ഇനി നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ഇതിലേക്ക് വരാം. സൗന്ദര്യം
അതായത് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻഡസ്ട്രി നിൽക്കുന്ന സമയത്ത്, കാരണം കൂടുതലും കോസ്മെറ്റിക്സും പ്രത്യേകിച്ച് സീരിയലിൻ്റെ ഷൂട്ടിംഗ് ടൈമിലൊക്കെ നമ്മൾ അത്രയും കണ്ടിന്യൂസ് ആയിട്ട് മേക്കപ്പ് യൂസ് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പം എന്തായാലും ഗായത്രി ഇപ്പം ഒരുപാട് മേക്കപ്പ് ഒന്നും ഇല്ലാതെ തന്നെയാണ് പല ഇൻ്റർവ്യൂസിലും അപ്പിയർ ചെയ്യുന്നതും എല്ലാം. അപ്പം എന്നാണ് ഈ ഒരു സൗന്ദര്യത്തിൻ്റെ ഒരു രഹസ്യം പെൺകുട്ടികൾക്കൊക്കെ അറിയാൻ ഭയങ്കര സീക്രട്ട്, അത് പറയാൻ പാടില്ല, പറയാനേ പറ്റില്ല എന്നല്ലേ? അങ്ങനെയല്ല, മേക്കപ്പ് അധികം സീരിയലിലും ദൈവാധീനത്തിന് ഞങ്ങളുടെ സീരിയലിൽ അങ്ങനെ ഒരുപാട് ഇട്ടിട്ടുള്ള സംഭവങ്ങൾ എനിക്ക് പോലീസ് ക്യാരക്ടറിൽ ഒട്ടും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യമായിരുന്നു. വിത്തൗട്ട് മേക്കപ്പ് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ജസ്റ്റ് പൗഡർ പാഡ് ചെയ്യുന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പോലീസുകാരി മേക്കപ്പ് ചെയ്ത് വന്ന് ലിപ്സ്റ്റിക്കും ഒക്കെ ഇട്ടിരിക്കുന്ന അങ്ങനെ കാണുമ്പോൾ തന്നെ ഞാൻ ആലോചിക്കും എന്തൊരു ബോറാണ്, അങ്ങനെ കണ്ണൊക്കെ എഴുതി. അപ്പൊ അത് കഴിയുന്നു അവോയ്ഡ് ചെയ്യാറുണ്ടായിരുന്നു. മറ്റേതാണെങ്കിലും വീട്ടിലെ സീൻസിലൊക്കെ ആണെങ്കിലും അധികം മേക്കപ്പ് യൂസ് ചെയ്യാറുണ്ടായിരുന്നില്ല. അതന്നെ, അങ്ങനെ ഭയങ്കര സീക്രട്ട് ഒന്നും ഇല്ലെന്നേ. അങ്ങനെ വീട്ടിലുള്ള പൊടിക്കൈകൾ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല. വീട്ടിലുള്ള പൊടിക്കൈകൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാത്തിനും ഭയങ്കര മടിച്ചാണ്. അങ്ങനെ ചെയ്യുന്നത് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യും, അത് മാത്രമേ ഉള്ളൂ. സൺസ്ക്രീൻ യൂസ് ചെയ്യും. മേക്കപ്പ് ഇപ്പോഴും ഞാൻ പൗഡർ പാഡൊക്കെ പൗഡറൊക്കെ ഇട്ട് മാക്കിന്റെ പൗഡറൊക്കെ ഇട്ടിട്ടാണ് വിത്തൗട്ട് മേക്കപ്പ് ഒന്നും അല്ല, സത്യസന്ധമായിട്ട് പറയാലോ. അപ്പോൾ പക്ഷെ ഓവറായിട്ട് മറ്റേ സാധാരണ യൂസ് ചെയ്യുന്ന ഒരുപാട് ഹെവി ആയിട്ടുള്ള സ്റ്റിക്കും കാര്യങ്ങളൊന്നും ഒക്കെ അവോയ്ഡ് ചെയ്യും. പിന്നെ വീട്ടിൽ നിൽക്കുമ്പോഴൊന്നും മാക്സിമം എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴൊന്നും അങ്ങനെ ഹെവി ആയിട്ടുള്ള, പിന്നെ ക്ലീൻ ചെയ്യുക ഫേസ്. മേക്കപ്പ് ഇങ്ങനെ ഇരുന്നാൽ തന്നെ നമ്മുടെ ഫേസിന് പ്രശ്നമാണ്. അപ്പോൾ ലെസ് മേക്കപ്പ് നമുക്ക് കൂടുതൽ. അതുപോലെ തന്നെ ഇനി മാരേജിലേക്ക് പോകാം. എല്ലാവർക്കും ഒരു സംശയമുണ്ട്, ഗായത്രിയുടെ അറേഞ്ച്ഡ് മാരേജ് ആണോ ലവ് മാരേജ് ആണോ എന്നുള്ളത്. എന്റെ ലവ് കം അറേഞ്ച്ഡ് മാരേജ് ആണ്. 10 വർഷമായി. ഇനിയിപ്പോ അതിന് സംഭവിച്ചു പോയി, ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ സീരിയലിന്റെ ലൊക്കേഷൻ ടൈം ഇപ്പം പറഞ്ഞില്ലേ 15 days മാറി നിൽക്കുക, അതും ഫാമിലിയും എങ്ങനെയായിരുന്നു അത് ബാലൻസ് ചെയ്തിരുന്നത്? വിഷമം ഉണ്ടായിരുന്നോ? അല്ല, വിഷമം ഉണ്ടായിരുന്നു. കാരണം മോളെ വിട്ടിട്ട് എനിക്ക് 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഇവിടുന്ന് ഞാൻ പോണതേ, അരുൺ പറയും മറ്റേ സ്കൂളിലേക്ക് കുട്ടികളെ ചേർക്കാൻ കൊണ്ടുപോകണ പോലെയാണ് എല്ലാ ഷെഡ്യൂളും. എന്നെ കൊണ്ടുപോണത് അരുണാണ്. അരുൺ വരും രാത്രി ഞങ്ങളൊരു 7 മണിയാകുമ്പോൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് ഞാൻ കരച്ചിലായിരിക്കും വണ്ടിയിലിരുന്ന്. 10 ദിവസത്തെ കാര്യമുള്ളൂ, എന്നാലും എനിക്കത് ഭയങ്കര സങ്കടമാണ്. അപ്പോൾ ഈ 5 വർഷം അങ്ങനെ തന്നെയായിരുന്നു. അരുൺ അവിടുന്ന് പോരുമ്പോഴും ഞാൻ കരച്ചിലായിരിക്കും. ആദ്യത്തെ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ തൊട്ട് എനിക്ക് മോളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പിന്നെ വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. പക്ഷെ ഇവിടെ പുള്ളിക്കാരി ഭയങ്കര ഹാപ്പിയാണ്. കാരണം എന്റെ കൂടെ അരുണിന്റെ കൂടെ നിൽക്കുമ്പോഴുള്ള പോലെ അല്ലല്ലോ, ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ നിൽക്കുമ്പോൾ ഫുൾ ഫ്രീഡം ആണ്. ഞാൻ വരുമ്പോഴല്ലേ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ളൂ. അപ്പൊ പുള്ളിക്കാരി ഭയങ്കര ഹാപ്പി ആയിരുന്നു. കൊച്ചിനെ അതുപോലെ വഴക്കൊക്കെ വഴക്ക് പറയണ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനെങ്കിലും വഴക്ക് അങ്ങനെ ഭയങ്കര വഴക്കിട്ട് അങ്ങനത്തെ ഒരു കുഞ്ഞല്ല, ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യുന്ന കൊച്ചിലെ പോലെ ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ബേബിയാണ്. അവിടെ അറിയാവുന്നവർക്ക് അറിയാം, അങ്ങനെ വലിയ പ്രശ്നക്കാരിയൊന്നും അല്ല. അതുകൊണ്ട് വലിയ സ്വീറ്റ് ഗേൾ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഈ ക്യാരക്ടർ ഇപ്പൊ ചില സീരിയലിലൊക്കെ ക്യാരക്ടേഴ്സ് അവര് അതിനെ അങ്ങ് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളും പ്രേക്ഷകർ. അപ്പൊ പുറത്തൊക്കെ ഇപ്പൊ പോകുന്ന സമയത്താണെങ്കിലും ഇപ്പം ഭയങ്കര വില്ലത്തി ക്യാരക്ടർ ആണെങ്കിൽ അവരോട് പോയി ചൂടാവുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പൊ ദീപ്തിയുടെ എങ്ങനെയായിരുന്നു ആ ഒരു ഇതിനെ ആൾക്കാർ പുറത്ത് ഇപ്പൊ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും എങ്ങനെയായിരുന്നു? ഈ ചിലരുടെ മനസ്സിൽ ശരിക്കുള്ള പോലീസ് ഓഫീസർ എന്നുള്ള ഒരു ഇമേജ് ഉള്ളതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ വന്നിട്ട് അവരുടെ വിഷമങ്ങളൊക്കെ നമ്മുടെ അടുത്ത് പറയാ. അങ്ങനത്തെ പ്രോഗ്രാംസിൽ എന്നെ വിളിക്കുക, അതായത് കുറച്ച് ഒരു സോഷ്യൽ എന്തെങ്കിലും ഒക്കെ സർവീസസ് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് നമ്മളെ വിളിക്കുക. അപ്പൊ അവിടെയൊക്കെ വിളിക്കുമ്പോഴും എന്നെ ഈ ദീപ്തി IPS എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവരെ എന്നെ അഡ്രസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ ഒരു റെസ്പെക്ട് എവിടെ പോകുമ്പോഴും ആ ക്യാരക്ടറിനോട് കിട്ടുന്ന ഒരു റെസ്പെക്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതിപ്പോഴും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ തന്നെ ആൾക്കാർ പിന്നെ ഭയങ്കര ഇഷ്ടമാണ് അമ്മമാർക്കൊക്കെ. അതൊരു അനുഗ്രഹമാണ്. അങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റിയത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അത് അവരുടെ വീട്ടിൽ ഇപ്പൊ പറഞ്ഞില്ല, ഇത്രയും ദിവസങ്ങളിൽ അവരുടെ വീട്ടില് മെമ്പർ ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ദീപ്തി ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ആരാണ് വീട്ടില്? വിമർശിക്കുന്നത് ആദ്യമൊക്കെ എൻ്റെ അച്ഛൻ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നു. ചില എന്തെങ്കിലുമൊക്കെ ചെയ്യണ അഭിനയത്തിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ മാനറിസംസ് ഒക്കെ എനിക്ക് ഞാൻ ആദ്യത്തെ എപ്പിസോഡ്സിലൊക്കെ കണ്ണൊക്കെ ഇങ്ങനെ വെട്ടിക്കുക. അതൊക്കെ ഭയങ്കരമായിട്ട് അച്ഛൻ പറയും. അച്ഛൻ ഒരു ക്രിട്ടിക്കാണ് എൻ്റെ, മോളും പറയും.
മോള് അമ്മേ മോള് പറയും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ സെൽഫി എടുക്കാൻ നേരത്തെ അമ്മ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് എല്ലാ മാനറിസംസും ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുള്ളൂ. കുറ്റവും പറയും. സ്കൂൾ കോളേജിലെ ഫ്രണ്ട്സിനെയൊക്കെ ഇപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ബിസി ടൈം, ഇപ്പൊ നോർമലി ഷൂട്ടിംഗ് ടൈമിലൊക്കെ പലർക്കും ആ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതൊക്കെ പോകാറുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ പ്രത്യേകിച്ച് ഗേൾസിന് നമുക്ക് ഒരിക്കലും എപ്പോഴുള്ള മീറ്റപ്പും കാര്യങ്ങളൊന്നും നടക്കാറില്ല. ബിസി ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെയാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്സ് ഒക്കെ. അപ്പൊ എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് അങ്ങനെ, പക്ഷെ ഇപ്പോഴും എനിക്ക് സ്കൂൾ ടൈം കോളേജ് ടൈമുള്ള ഫ്രണ്ട്സ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം നമുക്ക് ഫോണും സോഷ്യൽ മീഡിയ വാട്സപ്പും ഇതെല്ലാം ആക്റ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരുമായിട്ട് ഇപ്പോഴും നല്ല കണക്ഷൻ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഞങ്ങളുടെ ഒക്കെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് നമുക്ക് നമ്മുടെ ഹസ്ബൻഡ്സിനെ തമ്മിൽ കണക്റ്റഡ് ആക്കിയാലേ പിന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ലാസ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ എന്റെ ഫ്രണ്ട്സിന്റെ ഹസ്ബൻഡ്സ് എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അപ്പൊ ഞങ്ങൾക്ക് കുറെ നല്ല ഗ്രൂപ്പ്സ് ഉണ്ട്. ഇടയ്ക്കൊക്കെ മീറ്റ് ചെയ്യാറുണ്ട്. ജീവിതത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു പോളിസി അല്ലെങ്കിൽ ഒരു തിയറി എന്താണ്? ബി യുവർ സെൽഫ് എന്നുള്ളൊരു, എന്ന് വെച്ചാൽ നമ്മളായിട്ട് ഇരിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അത് സിറ്റുവേഷനനുസരിച്ച് ഇങ്ങനെ മാറാതെ ആ ഒരു നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ. നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചു വന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, കുറേ എത്തിക്സും കാര്യങ്ങളൊക്കെ. അതൊക്കെ എപ്പോഴും ലൈഫ് ലോങ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അത് ആ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റി അതിനോട് എനിക്ക് അങ്ങനെ, ഞാൻ അതിന് ശ്രമിക്കാറില്ല. എപ്പോഴും അങ്ങനെ തന്നെ എങ്ങനെയാണോ നമ്മൾ അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ക്യാരക്ടർ ചേഞ്ച് ചെയ്യാതിരിക്കും. അതുപോലെ തന്നെ ഇപ്പം സിനിമ അല്ലെങ്കിൽ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ സീരിയൽ, ഈ ഒരു ഇപ്പം പണ്ട് ആൾക്കാരൊക്കെ പറയാറുണ്ടോ അതൊന്നും കാണല്ലേ, അത് കണ്ടു കഴിഞ്ഞാൽ ആ ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് അങ്ങനെ വഴിതെറ്റി പോവും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കുറേ അഡ്വൈസ് കുട്ടികളോടാണെങ്കിലും ഇങ്ങനെ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അതിനോട് എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട്? അതുണ്ടാവാം ചിലപ്പോൾ. കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അങ്ങനെയുള്ള, ഇവരെ ദൈവത്തെ പോലെ ആരാധിക്കുന്നു, അവർക്ക് വേണ്ടിയിട്ട് അവർ മരിക്കുമ്പോൾ അപ്പം ആത്മഹത്യ ചെയ്യുന്നു എന്നൊക്കെ. പക്ഷെ നമ്മുടെ കേരളത്തിലെ മലയാളികൾ ഭയങ്കര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, കൾച്ചറൽ വൈസൊക്കെ നമുക്ക് ഭയങ്കര, നമ്മൾ ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മൾ വളരെ ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാരാണ് അല്ലേ മലയാളം. ഒരിക്കലും ഞാൻ എപ്പോഴും ഇപ്പൊ സീരിയലിനെ കുറ്റം പറയുന്നവരോട് പറയും, അത് കണ്ടിട്ട് നമ്മൾ അങ്ങനെ ആവണമെന്ന് പറഞ്ഞാൽ അതൊരു ബ്ലണ്ടറാന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ അതിനകത്ത് കാണിക്കുന്ന നല്ല കാര്യങ്ങളില്ലേ, ഇപ്പൊ സിനിമയിലൊക്കെ എത്രയോ നല്ല മെസ്സേജസ്, അതുകൊണ്ട് നമ്മൾ അങ്ങനെ നല്ല ആൾക്കാരാവുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അതൊക്കെ നമ്മുടെ ഫാമിലിയെ ബേസ് ചെയ്തിട്ടായിരിക്കണേ. ഒരിക്കലും നമ്മളെ കൊണ്ടുപോയി കുറച്ച് മോശം പടം കാണിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആവണമെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ നല്ല പടങ്ങൾ കണ്ട് നന്നാവണ്ടേ? എക്സാക്ട്ലി. അപ്പം ചീത്ത വഴി പോകേണ്ട ആൾക്കാർ അതിന് പ്രത്യേകിച്ച് അതൊരു റീസൺസ് ആണ്. ഇതൊക്കെ സിനിമ കണ്ട് ചീത്തയാവുന്നു, സീരിയൽ കണ്ട് ചീത്തയാവുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയും സീരിയൽ കണ്ടിട്ട് എവിടെയാണ് അങ്ങനെ ഒരു ന്യൂസ് വന്നിരിക്കുന്നത്, അമ്മായിയമ്മ മരുമകളെ വിഷം കൊടുത്തു കൊന്നു, അങ്ങനെയൊന്നും നമ്മൾ കേട്ടില്ല. അതിനെയൊക്കെ ആ ഒരു സെൻസിൽ എടുക്കാൻ കഴിവുള്ള ആൾക്കാരാണ് മലയാളികൾ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ നേരത്തെ ഒരു മൂവിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് സീരിയലിന്റെ ടൈമിൽ തന്നെയല്ലേ ചെയ്തത്. അപ്പൊ അത് രണ്ടും കൂടെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റി? അതുപോലെ എന്താണ് ആ മൂവി ആ ഒരു ടൈമിൽ തന്നെ കമ്മിറ്റ് ചെയ്യാനുണ്ടായത്? അത് കമ്മിറ്റ് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഡേറ്റ്സ് അത്രയും എന്റെ സീരിയലിന്റെ ഷൂട്ടിന് അധികം എഫക്ട് ചെയ്യാത്ത രീതിയിൽ അവർ ഡേറ്റ്സ് പ്ലാൻ ചെയ്തുകൊണ്ടാണ് എനിക്ക് പ്രോഗ്രാം, സിനിമ മിസ്സായതും എല്ലാം ആ ഒരു റീസൺ കൊണ്ട് തന്നെയായിരുന്നു. സീരിയലിന്റെ ഡേറ്റ്സ്. അപ്പൊ ഇതങ്ങനെ അവര് ആ ഒരു രീതിയിൽ അവർ സ്കെഡ്യൂൾ ചെയ്തു. അതൊരു റീസൺ. പിന്നെ ആ ക്യാരക്ടർ ഇതുപോലത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. നല്ല വളരെ ദീപ്തി IPS നിന്ന് എനിക്ക് കുറെ ഓഫേഴ്സ് ഒക്കെ അങ്ങനത്തെ ആ ഷെയ്ഡുള്ള ഒരു ക്യാരക്ടേഴ്സാണ് വന്നോണ്ടിരുന്നത്. എന്ന് വെച്ചാൽ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ദീപ്തിയുടെ പോലത്തെ ക്യാരക്ടേഴ്സ്. പക്ഷെ ഇത് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാവ അമ്മയുടെ എന്നാൽ കുറച്ച് നന്നായി പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അതിനകത്തും ലുക്സ് ഭയങ്കര ഭയങ്കര ഇവിടെയൊക്കെ ഇങ്ങനെ റിങ്കിൾസ് ഒക്കെ ഇട്ടിട്ട് ഏജ്ഡ് അങ്ങനെ കുറച്ച് വ്യത്യാസമുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. അത് അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടറായിരുന്നു. ഭയങ്കര സിമ്പിൾ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു, പക്ഷെ രസമുള്ള ഒരു മൂവി ആയിരുന്നു അത്. അപ്പൊ എന്തായാലും ഇനി കുറച്ച് ദീപ്തിയുടെ കുറച്ച് ഫേവറേറ്റ്സിലേക്ക് പോവാം. ഗായത്രിയുടെ ദീപ്തിയുടെ ഫേവറേറ്റ്സ്. ദീപ്തി പോയി മരിച്ചല്ലോ, ഇനി എന്താ ഫേവറേറ്റ്? ഗായത്രിയുടെ ഫേവറേറ്റ്സിലേക്ക് വരാം. എനിക്ക് സത്യം പറഞ്ഞാൽ പേര് മാറുന്നില്ല കേട്ടോ, ഞാൻ തന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. എവിടെ പോയാലും അങ്ങനെ തന്നെയാണെന്നേ. അതെന്ത്
ദീപ്തി അല്ല. അല്ല ഈ ലൊക്കേഷനിൽ ഇപ്പൊ പോകുന്ന ഇപ്പം പ്രോഗ്രാംസിനൊക്കെ പോകുമ്പോഴും ഒക്കെ എല്ലാരും ഇത് തന്നെയാണോ? മിക്കവരും ദീപ്തി തന്നെ വിളിക്കാം. ഞാൻ ശരിക്കും വിചാരിക്കുന്നുണ്ട് ഒഫീഷ്യലായിട്ട് അത് മാറ്റുന്ന വളരെ നന്നായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ എല്ലാരും വിട്ടു. അപ്പം എന്തായാലും ഗായത്രിയുടെ ഫേവറേറ്റ്സിലേക്ക് വരാം. സെൽഫി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സെൽഫി എടുക്കല്, സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ്? അത്യാവശ്യം ആക്റ്റീവാണ്. സെൽഫി എടുക്കാറുണ്ട്. ഈ കമന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇപ്പം പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുക, അപ്പൊ ആ കമന്റ്സിനോടൊക്കെ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്? കമന്റ്സ് എല്ലാം ഞാൻ വായിക്കാറുണ്ട്. പിന്നെ ഓരോരുത്തർക്കും അങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല. ചില പേഴ്സണൽ മെസ്സേജസ് ഒക്കെ വരുമ്പോഴൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. മിക്ക കമന്റ്സ് ലൈക്ക് ചെയ്യാറുണ്ട്. ഗായത്രിനെയാണോ എല്ലാം ഞാൻ തന്നെ മാനേജ് ചെയ്യുന്നത്. എന്റെ പേജും ഇൻസ്റ്റാഗ്രാമും എല്ലാം ഞാൻ തന്നെ മാനേജ് ചെയ്യും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അപ്പൊ സോഷ്യൽ മീഡിയയിൽ അത്രയും മാത്രം ലൈവാണ് ഇപ്പം, അതായത് ഈ സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ഇല്ലേ, അതുപോലെ ഇപ്പൊ സോഷ്യൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ഒക്കെ നടക്കുന്നു, അപ്പൊ അതിനകത്തിലൊക്കെ കുറച്ച് എങ്ങനെയാണ് അതിന് റെസ്പോണ്ട് ചെയ്യാറുണ്ടോ? അതിന് എന്തെങ്കിലും മെസ്സേജസ് ഒക്കെ പറയാറുണ്ടോ? ഉണ്ട്. പിന്നെ നമ്മളിപ്പം പ്രളയം പോലും എല്ലാരും ഇത്രയും എന്താ പറയാ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത സോഷ്യൽ മീഡിയ ആയിരുന്നല്ലോ എല്ലാവരും. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൺവേ ആയി എന്നുള്ളതാണ്. അതെ. അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വരുന്നതൊക്കെ ഒതന്റിക് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മള് ഷെയർ ചെയ്യാറുണ്ട്. ഓക്കെ. ഫിറ്റ്നസിന്റെ കാര്യം ഇപ്പം ഇപ്പൊ ദീപ്തി IPS എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ശരിക്കും പറഞ്ഞ ഒരു പോലീസ് ഓഫീസർ എന്നൊക്കെ പറയുമ്പം ശരിക്കും ഒരു ഫിറ്റ്നസിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്നു. ഇപ്പൊ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ടൊക്കെ അന്നൊക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഗായത്രി ശരിക്കും നോർമലി ഈ ഒരു ഫിസിക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പൊ അതിന് വേണ്ടി ഒരുപാട് അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ട് ഞാൻ അങ്ങനെ ജിമ്മും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ലൊക്കേഷനിലെ ഫുഡ് നമ്മള് ദൈവമേ അവിടെ ഫുഡ് വെച്ചോണ്ടിരുന്ന ചേട്ടൻ എന്നെ പ്രാഗം കട്ട് ചെയ്ത് കളഞ്ഞു. അല്ല അങ്ങനെ ഞാൻ ഫുഡ് കുറച്ച് കൺട്രോൾ ചെയ്ത് കഴിക്കുന്നതുകൊണ്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. അല്ലാതെ അങ്ങനെ ഭയങ്കര ഇപ്പൊ കുറച്ച് നാളായിട്ട് യോഗ സ്റ്റാർട്ട് ചെയ്തു. വെറുതെ ഇങ്ങനെ വീട്ടിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് നാളായിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അതൊന്നും അങ്ങനെ സ്ഥിരമായിട്ടൊന്നും ചെയ്യാൻ ഭയങ്കര മടിയാണ്. അല്ല ഇപ്പൊ ആ ലൊക്കേഷനിൽ പോകുന്ന സമയത്തൊക്കെ അങ്ങനെ ഒന്നും വർക്ക്ഔട്ട്സും കാര്യങ്ങളും ഒന്നും ഇല്ല? ഒന്നുമില്ല. അവിടെ പറഞ്ഞ പോലെ മാസത്തില് എങ്ങനെ കൺട്രോൾ ചെയ്തിരുന്നു? ലൊക്കേഷൻ ഫുഡ് അത് പ്രത്യേകിച്ച് കൺട്രോൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ലൊക്കേഷൻ ഫുഡ് 2 ദിവസം കഴിച്ചപ്പോ പിന്നെ 3-ാമത്തെ ദിവസം നമുക്ക് അത് നാച്ചുറലി കൺട്രോൾ ആവും. അപ്പൊ അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് കൺട്രോളിന്റെ ആവശ്യമില്ല. എല്ലാ ഷൂട്ടിംഗ് ഷെഡ്യൂളിലും ഒരു 2 എപ്പിസോഡിലേക്ക് വേണ്ടിയിട്ടെങ്കിലും എനിക്കൊരു ഓട്ടം അല്ലെങ്കിൽ അടിപിടി സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് തന്നെ നല്ലൊരു എക്സസൈസ് ആയിരുന്നു. ഒരു സ്റ്റണ്ട് റേസ് ഒക്കെ. സോ അപ്പൊ ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു കൂടുതലും യോഗ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കാൻ തുടങ്ങിയപ്പോ ഫുഡ് കഴിക്കാൻ തുടങ്ങി. നമ്മുടെ വീട്ടിലെ ഫുഡല്ലേ, അപ്പൊ അത് നന്നായിട്ട് കഴിക്കും. അപ്പൊ എനിക്ക് എന്നെ നേരിട്ട് കാണുമ്പോൾ എല്ലാവരും ചോദിക്കും ഇത്ര വണ്ണേ ഉള്ളൂ എന്ന് ചോദിക്കും. അല്ലെങ്കിൽ സ്ക്രീനിങ് കാണുമ്പോൾ നമ്മൾ വണ്ണം തോന്നിക്കും. അപ്പൊ ഈവൻ ഞാൻ ഫോട്ടോ എടുക്കുമ്പോഴും എനിക്ക് എന്റെ ഒറിജിനൽ വണ്ണത്തെക്കാളും വണ്ണം തോന്നുമ്പോൾ ഞാനൊന്ന് കൺട്രോൾ ചെയ്യും. ഭയങ്കര ഈ ജിമ്മും കാര്യങ്ങളൊന്നും ഇല്ല. എന്റേതായ എന്തെങ്കിലും ഫുഡ് കുറച്ച് കഴിക്കും അങ്ങനെയൊക്കെ. ഓക്കെ. അഭിപ്രായങ്ങളൊക്കെ ഇങ്ങനെ എടുത്തടിച്ച് പോലെ പറയുന്ന ആളാണോ? അല്ലെങ്കിൽ ഇപ്പൊ ലൊക്കേഷനിലൊക്കെ സപ്പോസ് ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്താണ് അങ്ങനെയൊക്കെ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുന്ന ആളാണോ? ഡിപ്പെൻസ്. അങ്ങനെ സിറ്റുവേഷൻസ് നോക്കിയിട്ട് അങ്ങനെ എന്ത് പറയുന്നു അങ്ങനെ തോന്നുന്നത് അതുപോലെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അതല്ലെങ്കിൽ അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം ആണെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാറുള്ളൂ. അങ്ങനെ ഇവൻ ദേഷ്യം വന്നാലൊക്കെ ലൊക്കേഷനിൽ കിടന്ന് ബഹളം വെക്കാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. നമുക്ക് അത്രയും ഫ്രീഡം ഉള്ള ആൾക്കാരുടെ അടുത്ത് മാത്രമേ നമ്മൾ അങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇപ്പൊ ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും ഒക്കെ അത്രയും എക്സ്പ്രസ് ചെയ്യുന്ന നമ്മുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർക്കിൾ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ റിയാക്ട് ചെയ്യുന്ന അടുത്ത് റിയാക്ട് ചെയ്യും, അത്രേ ഉള്ളൂ. നമുക്കിപ്പം മറ്റൊരാളെ ആണെങ്കിലും ഒരു മോശമായ എഫക്ട് ചെയ്യണമെന്ന് കാണുമ്പോൾ റിയാക്ട് ചെയ്യണം തോന്നി കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യും. ബാക്കിയെല്ലാം നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള ഫീലിങ്സ് ഒക്കെ മാക്സിമം നമ്മൾ പുറത്തൊക്കെ കൺട്രോൾ ചെയ്യും. അങ്ങനെയല്ലേ, എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. അപ്പം ഈ അഭിനയം മോഹം ആ ഒരു ടൈമിലൊക്കെ എന്തെങ്കിലും ഒരു സ്വാധീനിച്ച ഒരു കഥാപാത്രം, ഇപ്പോൾ ഏതെങ്കിലും ഒരു ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസിന്റെ ഒരു സ്വാധീനിച്ച കഥാപാത്രം ഉണ്ടാവുമല്ലോ നമ്മളിപ്പോൾ ആ ഒരു പാഷൻ ആയിട്ടുള്ള സമയത്ത്? സ്വാധീനിച്ചെന്ന് പറഞ്ഞാൽ ചില സിനിമകൾ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഒരു ക്യാരക്ടർ എന്നൊക്കെ തോന്നില്ല, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇപ്പം കഹാനിയിലെ വിദ്യാബാലൻ ചെയ്ത എനിക്ക് ഇപ്പോഴും ഞാൻ എപ്പോ അത് വന്നാലും കാണുന്ന ഒരു, അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ശ്രീദേവി മാം ചെയ്ത പോലെ ഐ മീൻ അവർ ചെയ്തിരിക്കുന്ന കാണുമ്പോഴത്തേക്ക് അത്
എന്തൊരു രസമായിട്ട് അവർ ചെയ്തിരിക്കണേ നമുക്ക് തോന്നും. നമ്മൾ ഭയങ്കര അഡ്മയർ ചെയ്യുമല്ലോ. അതെ അങ്ങനെ തോന്നിയ ഒരുപാട് സിനിമകളും ക്യാരക്ടേഴ്സും ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത് അങ്ങനെ ഏതെങ്കിലും സിനിമകൾ ഇപ്പം സ്വാധീനിച്ച ഏതെങ്കിലും ഇപ്പൊ ഏതെങ്കിലും പാർവതി ഉഫ് ഒന്നും പറയാനില്ലല്ലോ. എക്സാക്ട്ലി സത്യം. അതുപോലൊരു ക്യാരക്ടറും അതുപോലെയാണ്, എൻ്റെ മേക്കിങ്ങും അതുപോലെയാണ്. പിന്നെ പാർവതി അത് അതുപോലെ അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രീം ക്യാരക്ടർ എന്തെങ്കിലും ഉണ്ടോ മനസ്സിൽ? ഇപ്പം ഗായത്രിൻ്റെതായിട്ടുള്ള ഒരു അങ്ങനെ ഡ്രീമുണ്ട്. ഡ്രീം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സിനിമകളുടെ ഭാഗമാവണം എന്നുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ ഡ്രീമും ഉണ്ട്. ചില കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലും ഉണ്ട്. അത് കറക്റ്റ് ടൈമിന് എനിക്ക് തോന്നുന്നു മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം സൂക്ഷിച്ചു, അത് ഗ്രാജുവലി അത് പതുക്കെ നടന്നു എന്ന് പറയുന്ന പോലെ ആ ക്യാരക്ടർ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചേക്കായിരിക്കും. അങ്ങനെ ഒരു ഇപ്പൊ നമ്മള് ചില ബുക്സിലൊക്കെ പറയില്ല, അങ്ങനെ ഒരു മാജിക്കിൽ നമ്മൾ വിശ്വസിക്കണം എന്നാ പറയാ. സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് തന്നെ അതാണ് പറയണേ അല്ലേ. അപ്പം അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് അത് ശരിയായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ അങ്ങനെ അത്രയും നമുക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണെങ്കിൽ അത് നടക്കും എന്നുള്ളത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പം ബുക്സിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു ഹോബിയാണ് റീഡിങ് അല്ലേ? അപ്പം എങ്ങനെയാണ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഏത് ജോണർ ബുക്സ് വായിക്കാനൊക്കെയാണ് ഇഷ്ടം? എനിക്ക് ഫിക്ഷൻസ് ആണ് കൂടുതലും ഇഷ്ടം. അല്ലാത്തതും ഒക്കെ വായിക്കാറുണ്ട്. ആരെങ്കിലും ഒക്കെ ഇപ്പൊ എനിക്ക് ചില ഗ്രൂപ്പ് ഉണ്ടല്ലോ നമ്മളെ ഒരു ബുക്ക് വായിച്ചിട്ട് അത് സജസ്റ്റ് ചെയ്യുന്ന ഒരു ചിട്ടയുണ്ട്. പുള്ളിക്കാരി നന്നായിട്ട് ബുക്ക് വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരി ചിലപ്പോൾ ഇതുപോലെ ആ ബുക്ക് നീ വായിച്ചോ എന്ന് ചോദിച്ചിങ്ങനെ സജസ്റ്റ് ചെയ്യുമ്പോൾ പോയി വായിക്കും. ഇപ്പം ഈ ലൊക്കേഷനിലൊക്കെ പോകുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ഒരു ഹോബിയാണ് ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ബുക്സ് കയ്യിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. അത് ഞാൻ ജാടയ്ക്ക് ബുക്ക് കൊണ്ടുപോകുമായിരുന്നു. വെറുതെ എവിടെയെങ്കിലും ഔട്ട്ഡോർ ഒക്കെ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ചില ബുക്കൊക്കെ കയ്യിലെടുക്കും. പക്ഷെ വായന ഒന്നും അങ്ങനെ എനിക്ക് അങ്ങനെ ഇരുന്നൊന്നും വായിക്കാൻ പറ്റില്ല. എനിക്ക് തന്നെ ചിലപ്പോൾ ഞാൻ റൂമിലിരിക്കുവാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ടൊക്കെ വായിച്ചു തീർക്കും, 1-2 ദിവസം കൊണ്ടൊക്കെ. എനിക്ക് അങ്ങനെ ഒറ്റ ഇരിപ്പിൽ വായിച്ചു തീർക്കണം. അല്ലാതെ ജാടയ്ക്കൊക്കെ മറ്റ് ചില ക്രൗഡ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ബുക്കൊക്കെ ആയിട്ട് ഹെഡ്ഫോണൊക്കെ ആയിട്ട് ഇരിക്കും. ചുമ്മാ ജാടയ്ക്ക് വായന നടക്കില്ല. വായനയൊന്നും വലിയ ഇതില്ല. അതുമല്ല ലൊക്കേഷനിലൊക്കെ കൊണ്ടുപോകുമ്പോൾ എന്തായാലും ഒരു കളിയാക്കൽ ഉണ്ടാവുമല്ലോ. അങ്ങനെയില്ല. അല്ല അതിനല്ല, സീരിയൽ ലൊക്കേഷനിൽ അങ്ങനെ അതിനുള്ളൊരു വെറുതെ ഇരിക്കൽ എന്ന് പറയുന്നത് നടക്കാറില്ല. സത്യം അതും പ്രത്യേകിച്ച് ഷോട്ട് എടുക്കുക, ഡ്രസ് ചേഞ്ച് ചെയ്യുക, ഷോട്ട് എടുക്കുക, ഡ്രസ് ചേഞ്ച് ചെയ്യുക, വീണ്ടും ഷോട്ട് എടുക്കുക, പിന്നെ ഡ്രസ് ചേഞ്ച് ചെയ്യുക. ഇതിങ്ങനെ ഒരു രാവിലെ ഒരു പ്രോസസ്സാണ്. രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ രാത്രി ഒരു 9:30-10 മണി വരെ ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഉച്ചയ്ക്ക് 1 മണിക്കൂർ ബ്രേക്ക്, ഇതേ ഉള്ളൂ നമുക്ക് ഒരു ബ്രേക്ക് ടൈം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇത് ടിവിയിൽ കാണാൻ മാത്രമേ ഇതൊക്കെ സുഖമായിട്ടുള്ളൂ. അല്ലാതെ ഷൂട്ടിംഗ് അപ്പൊ അതിനിടയിൽ ബുക്സ് വായിക്കാൻ പോയിട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇഷ്ടപ്പെട്ട ഫുഡ്? ബിരിയാണി. കുക്കിംഗ് അറിയാമോ? ഇത് കഴിഞ്ഞ ഇന്റർവ്യൂല് എന്നോട് ചോദിച്ച ട്രോള് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഇല്ല ഞാൻ അല്ല, ഞാൻ ആ ഇന്റർവ്യൂല് പറഞ്ഞത് എന്താ അറിയോ, വീട്ടിലെല്ലാരും നാടൻ ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. ഞാൻ അങ്ങനെ അല്ല. എന്ന് വെച്ചാൽ എനിക്ക് ബിരിയാണി ഇപ്പം ഈ പറഞ്ഞ പോലെ കുറച്ച് കൺട്രോളിന്റെ ഭാഗമായിട്ടൊക്കെ അവോയ്ഡ് ചെയ്യുന്നല്ലാതെ ഞാനും എന്റെ വീട്ടിലൊക്കെ അത്യാവശ്യം നോൺ വെജ് ഒക്കെ കഴിക്കുന്ന. പക്ഷെ ഇവിടെ ഇപ്പം മറ്റേ പോക്ക വാഴ അല്ലെങ്കിൽ ആ വാഴയുടെ കൂമ്പ്, പിന്നെ അങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ടാണ് ഇവിടെ അച്ഛനും അമ്മയൊക്കെ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു രീതി. അപ്പം ഇപ്പൊ ഞാനും അങ്ങനെ തന്നെയാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി ഇഷ്ടം ബിരിയാണിയാണ്. ഇതായിരുന്നു ഞാൻ അന്ന് ഇന്റർവ്യൂല് പറഞ്ഞത്. പക്ഷെ അതിന് എവിടെയൊക്കെയോ എഡിറ്റ് ചെയ്ത് നല്ല ഒന്നാന്തരം ട്രോള് വന്നിട്ടുണ്ട്. അല്ല ഇങ്ങനെ തന്നെയാണ്. ഞാൻ ഭയങ്കര ഫണ്ണായിട്ട് ഞാൻ തന്നെ അതെനിക്ക് തോന്നുന്നു ഞാൻ എന്റെ ഇതിലോ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിനെ വളരെ അന്ന് ഞാൻ പറഞ്ഞു വളരെ ഹെൽത്തി ആയിട്ടുള്ള ട്രോൾസ് ഒക്കെ ശരിക്കും ഭയങ്കര ഒരു ക്രിയേറ്റിവിറ്റിയാണ് അത് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഈ കാർട്ടൂണൊക്കെ പണ്ട് വരില്ലേ, ഒരു ന്യൂസ് വന്ന് അതിനെ റിലേറ്റഡ് ആയിട്ട് കാർട്ടൂൺ ചെയ്യുന്ന പോലെ തന്നെയാണ്. അതൊരു സറ്റയർ അല്ലേ, ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സറ്റയർ ആണ് അത്. ഞാൻ പക്ഷേ ഗായത്രി ഭയങ്കര ലക്കിയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗായത്രീനെ അങ്ങനെ ഹേർട്ട് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എല്ലാ ഫൺ സൈക്കിളുള്ള ട്രോൾസ് മാത്രം സീരിയലുമായിട്ട് റിലേറ്റഡ്. എന്റെ പരസ്പരത്തിന്റെ ക്ലൈമാക്സ് ഒക്കെ എല്ലാവരും അറിഞ്ഞത് ട്രോൾസിലൂടെയാണ്. ഇങ്ങനെ ഒരു സീരിയൽ ഉണ്ടെന്നും അതിന്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത്രയും സീരിയൽസ് ഉണ്ട്. അങ്ങനെ ഒരു സീരിയൽ എൻഡ് ചെയ്യുന്നതൊന്നും അത്ര വലിയ വാർത്തയൊന്നും ആവാറില്ല, പ്രത്യേകിച്ച് മലയാളത്തില്. അത് പക്ഷെ പരസ്പരത്തിന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാക്കി മാറ്റിയത് ട്രോളേഴ്സ്. അപ്പൊ അവർക്കൊരു ഹാറ്റ്സ് ഓഫ് അല്ലേ. അപ്പൊ കുക്കിംഗ് ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. എന്താണ് സ്പെഷ്യൽ? എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം ഇതുപോലെ ബിരിയാണിയും അങ്ങനെ നോൺ വെജ് ഒക്കെയാണ് എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടം. പക്ഷെ ഏതൊക്കെ കാറ്റഗറി പെടും? എന്തുണ്ടാക്കും.
നമുക്ക് യൂട്യൂബും അതൊക്കെ ഉണ്ടല്ലോ നോക്കി ചെയ്യാനായിട്ട്. എല്ലാ എക്സ്പെരിമെന്റ് ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെയൊക്കെ ചെയ്യും. എക്സ്പെരിമെന്റ് ചെയ്തിട്ട് വല്ല ഇതുവരെ കൊളമായിട്ടില്ല. ചേട്ടനുണ്ടായിരുന്നെ കറക്റ്റ് ആയിട്ട് ചോദിച്ചു. അടുത്ത ട്രോളിലുള്ളത് ഇട്ടുതരാണ്. അല്ല ചോദിച്ചോ, അങ്ങനെ വലിയ ഞാൻ കഴിഞ്ഞ സൺഡേ ഞാൻ എന്റെ സ്റ്റേറ്റസ് ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. എന്റെ ദൈവമേ, അങ്ങനെയൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഇവിടെ ആർക്കും അങ്ങനെ നോൺ വെജിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് നാടനൊക്കെ ഉണ്ടാക്കും. അമ്മ നല്ല നിങ്ങളുടെ എല്ലാം ഒരു ഫിസിക്കും നിങ്ങളെല്ലാം അത്രയും ഹെൽത്തി ആയിട്ടിരിക്കുന്നത് എനിക്ക് ഈ നാടിന്റെ പ്രത്യേകത അതാണ്. ഈ ചേർത്തല അല്ലേ? ഇവിടെ ഇപ്പൊ കണ്ടില്ലേ ഫുൾ നമ്മുടെ ഇവിടുത്തെ സാധനങ്ങൾ കൊണ്ടുള്ള കഴിയുന്നത് നമ്മൾ ഇവിടെ നിന്നുള്ള സാധനങ്ങൾ കൊണ്ട് ആഹാരം ഉണ്ടാക്കുക. അത് ഇവിടുത്തെ ഒരു രീതിയാണ് കേട്ടോ. അത് ഞാനും കൂടെ ഇവിടെ വന്ന കയറിയതിനു ശേഷം ഞാനും ഫോളോ ചെയ്യാൻ തുടങ്ങി. ഓൾ റൈറ്റ്. അപ്പൊ ഇനി അടുത്ത കാലത്ത് ഇഷ്ടപ്പെട്ട തോന്നിയ സിനിമാ കഥാപാത്രം ഇപ്പൊ ഉയരെ പറഞ്ഞു, അതല്ലാതെ മൂവീസ് ഏതൊക്കെയാണ് ഇപ്പം ആ ഒരു അത്രയും ഒരു പാഷനായിട്ട് തോന്നിയ അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയ മൂവീസ്? കുമ്പളങ്ങി നൈറ്റ്സ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ന്യൂജൻ ഇഷ്ടപ്പെട്ടു. ഏതാണ്? ഉറി ഇഷ്ടപ്പെട്ടു. മേരിക്കുട്ടി. മേരിക്കുട്ടിയൊക്കെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള എല്ലാം കഴിയുന്നതും എല്ലാ സിനിമകളും കാണാറുണ്ട് തിയേറ്ററിൽ തന്നെ പോയിട്ട്. ഇപ്പം പഴയ കാല സിനിമകളും ഇപ്പോൾ ഇറങ്ങുന്ന ന്യൂജൻ സിനിമകളിൽ എന്ന് പറയപ്പെടുന്ന രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ഗായത്രിക്ക്? കുറച്ചുകൂടി ഇപ്പൊ റിയലിസ്റ്റിക് മൂവീസ് ഒരുപാട് വരുന്നുണ്ടല്ലോ. അതിന്റെ ഒരുപാട് റിയലിസ്റ്റിക് മൂവീസ് വരുന്നുണ്ട്. അപ്പം എനിക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ മാത്രമുള്ള അറിവൊന്നും എനിക്കില്ല. രണ്ട് ടൈപ്പ് ഓഫ് മൂവീസും ഞാൻ കണ്ട് എൻജോയ് ചെയ്യാറുണ്ട്. അത് തന്നെയാണ്. ഈ അടുത്തിറങ്ങിയതിൽ റിപ്പീറ്റ് കേട്ട ട്രാക്ക് ഏതാണ്? ജീവാംശമായി ഞാൻ തോന്നുന്നു. കൈലാസ് മേനോൻ എന്റെ ഫ്രണ്ടാണ്, അതുകൊണ്ടല്ല കേട്ടോ. നല്ല നല്ല സോങ് അല്ലേ. പിന്നെ വേറെ ഏതാ ഇപ്പൊ ഇറങ്ങിയതില് ജീവാംശമായാണ് ഏറ്റവും കൂടുതൽ കേട്ടിരിക്കണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പെട്ടെന്ന് ചോദിച്ചപ്പോ എനിക്ക് ഓർമ്മ വരുന്നത് പെട്ടെന്ന് പക്ഷെ എന്തായാലും ഈ ഒരു ട്രാക്ക് എല്ലാരും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാരും റിപ്പീറ്റ് കേട്ടിട്ടുള്ള ഒരു ട്രാക്ക് തന്നെയാണ് ഇപ്പോഴും. എനിക്ക് പക്ഷെ എന്താ വെച്ചാൽ ഞാൻ ലേറ്റസ്റ്റ് ട്രാക്കുകളല്ല കൂടുതൽ കേൾക്കുന്നത്. പഴയ എന്റെ കയ്യിൽ കുറെ കളക്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ അത് തന്നെയാണ് റിപ്പീറ്റ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അപ്പൊ റീസെന്റ് ഇറങ്ങിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിരിക്കുന്നത് ജീവാംശമാണ്. ഏതൊക്കെ ജോണർ സോങ്സ് ആണ് കൂടുതലും താല്പര്യം? മെലഡീസ് തന്നെയാണ്. പഴയെന്ന് പറഞ്ഞാൽ അങ്ങ് മറ്റേ അതല്ല അത്രയും അത് 80s 90s ഉള്ള പാട്ടുകളൊക്കെ. ഈ ബുക്സ് ഒക്കെ വായിക്കുന്നോണ്ട് എഴുതൂ? അങ്ങനെയുള്ള പരിപാടികളോ? ഞാൻ എഴുതും, പക്ഷെ ഞാൻ മാത്രമേ വായിക്കുള്ളൂ. അപ്പൊ എഴുതി വെച്ചിട്ടുണ്ട്? ഒന്നുമില്ല. അല്ല, എനിക്ക് വായിക്കാൻ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എഴുതി വെക്കാറുണ്ട്, എഴുതും. പക്ഷെ അത് ഇവിടെ അമ്മയ്ക്ക് പോലും അറിയില്ല എന്നുള്ളത് സത്യം. അത് ശരി. ഡയറി ഇതുവരെ കണ്ടിട്ടില്ല ആരും? ഇല്ല, അങ്ങനെ അരുൺ പോലും കണ്ടിട്ടില്ല. ദൈവമേ. അപ്പൊ ഇത് അരുൺ അറിയാം ഞാൻ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങളൊക്കെ എഴുതാറുണ്ട്, സ്ക്രിബിൾസ് എന്ന് പറയില്ലേ, അതുപോലെ എന്തെങ്കിലുമൊക്കെ എഴുതും, അത്രേ ഉള്ളൂ. അത് നമുക്ക് തോന്നുന്ന കാര്യം നമ്മളിപ്പോ ഡയറി എഴുതില്ലേ, അതുപോലെ ഇപ്പൊ എന്തെങ്കിലും തോന്നുമ്പോ നമുക്ക് സങ്കടം വരുമ്പോഴൊക്കെ നമ്മൾ എഴുതുമ്പോ ഉണ്ടല്ലോ ഭയങ്കര റിലാക്സ്ഡ് ആണ്. ഇപ്പൊ എല്ലാരും പറയും അങ്ങനെയൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും ഉള്ള ശീലങ്ങൾ തന്നെയാണ്. നമുക്ക് ഡയറി എഴുതുന്ന പോലെ ഒരു ശീലം, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ എന്തായാലും ഇനി ഫ്യൂച്ചർ കുറച്ച് കഴിയുമ്പോ ഒരു ബുക്കൊക്കെ നമ്മൾക്ക് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാതിരിക്കും, അങ്ങനെയൊന്നും ഇല്ലല്ലേ? ഞാൻ എന്റെ ഹസ്ബൻഡിനെ കാണിച്ചിട്ടില്ല കുട്ടി, പിന്നെ എങ്ങനെയാണ് ഞാൻ പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയല്ല, നമ്മളൊരു കാര്യം ചെയ്യുമ്പോ നല്ലതാണെങ്കിലല്ലേ മറ്റുള്ളവരെ കാണിക്കുള്ളൂ. അത് സ്വന്തമായിട്ട് എഴുതി ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നുണ്ട്. അതെ, മറ്റുള്ളവരെ കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഞാൻ സീക്രട്ട് ആക്കി വെച്ചിരിക്കുന്നത്. നല്ലതാണെങ്കിൽ ഞാൻ കാണിക്കുള്ളൂ. എന്തെങ്കിലും ഹോപ്പ്ഫുള്ളി നമുക്ക് പ്രതീക്ഷിക്കാം. ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പം അല്ലെങ്കിൽ ഹാൻഡ് ബാഗിൽ കൊണ്ട് നടക്കുന്ന ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സംഭവം എന്താണ്? ഫോൺ, പേഴ്സ്. അതർ ദാൻ ഒരു ചിലവരുടെയൊക്കെ ഹാൻഡ് ബാഗ്സ് ഒക്കെ എടുക്കുമ്പോൾ അത് പൊക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. അത് ഞാൻ ഗായത്രിയുടെ എങ്ങനെയാണ്? സാധനങ്ങളൊക്കെ ഉണ്ടാവും എന്തെങ്കിലും. ഇപ്പൊ ഷൂട്ടിനൊക്കെ പോവാണെങ്കിൽ കുറേ സാധനം ഉണ്ടാവും. നോർമലി പോകുമ്പോ സാധാരണ ലേഡീസിന്റെ ബാഗിൽ എന്തൊക്കെയാ, അതൊക്കെ ചിലപ്പോ ടിഷ്യൂ കാണും, ഫോൺ കാണും, നമ്മുടെ വാലറ്റ് ഉണ്ടാവും, ചെറിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളേ ഉള്ളൂ. അത് വെച്ച് ഒരു എന്തെങ്കിലും ലിപ്സ്റ്റിക് എന്തെങ്കിലും ഉണ്ടാവും, ലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ. ഓക്കെ. അപ്പൊ എന്തായാലും ഇനി വർക്ക്ഔട്ട്, ഇപ്പൊ യോഗയുടെ കാര്യം പറഞ്ഞു, വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യുന്നത് ഈ യോഗ എത്ര ടൈം എടുക്കും? എത്ര ടൈം അവേഴ്സ് ഒക്കെയാണ് അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്? 1 hour. 1 hour ആണ്.
റീഡിങ് പറയാൻ പറ്റില്ല, കാരണം ഇപ്പം ഒരുപാട് സമയമുള്ളതുകൊണ്ട് ബുക്കുകൾ വായിക്കാറുണ്ട് അത്യാവശ്യം. അത് കുറേ ബുക്സൊക്കെ ഞാൻ വാങ്ങിച്ചു, അത് അത്യാവശ്യം കൂടുതൽ സമയം ഇപ്പൊ വായിക്കാറുണ്ട്. ഇപ്പൊ ഫ്രീ ടൈം കിട്ടുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. ഒത്തിരി കാര്യങ്ങളൊക്കെ ഗായത്രീന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഫേവറേറ്റ്സും എല്ലാവർക്കും ഇപ്പം കുറച്ചൊക്കെ മനസ്സിലായി. അപ്പൊ എന്തായാലും ഇനി ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ദീപ്തി IPS പോലെയും നല്ല ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല സിനിമകളും നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് താങ്ക് യു സോ മച്ച്. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ദീപ്തി മരിച്ചിട്ട് 1 വർഷമായി, പക്ഷേ ഇപ്പോഴും ആൾക്കാർക്ക് ദീപ്തിയെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും കാണുമ്പോഴും ആൾക്കാർ അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്നേഹം ഇനി തുടർന്ന് ചെയ്യുന്ന പ്രോജക്ട്സിലും ഒക്കെ എൻ്റെ കൂടെ ഉണ്ടാവണം. ഈ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ. താങ്ക് യു സോ മച്ച്.